തൃശൂർ എംജി റോഡിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. നടന്നത് മനുഷ്യനിർമ്മിത ദുരന്തം, അധികാരികളുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണം. റോഡുകളുടെ ചുമതലയുള്ള എഞ്ചിനീയർമാർക്കും മറ്റുദ്യോഗസ്ഥർക്കും ഇത്തരം അപകടങ്ങളിൽ ഉത്തരവാദിത്തമുണ്ടെന്നും ഹൈക്കോടതി. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, രൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്? തൃശൂർ എംജി റോഡിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവത്തിലാണ് രൂക്ഷ വിമർശനമുണ്ടായത്. ഹൈക്കോടതിയാണ് രൂക്ഷമായി ഒരു സംഭവത്തെ വിമർശിച്ചത്. നടന്നത് മനുഷ്യനിർമ്മിത ദുരന്തമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അധികാരികളുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണം. റോഡുകളുടെ ചുമതലയുള്ള എഞ്ചിനീയർമാർക്കും മറ്റു ഉദ്യോഗസ്ഥർക്കും ഇത്തരം അപകടങ്ങളിൽ ഉത്തരവാദിത്തമുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയുണ്ടായി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, രൂക്ഷമായ ഭാഷയിലാണ് കോടതിയുടെ വിമർശനമുണ്ടായത്. ഹൈക്കോടതി ഏത് തരത്തിലാണ് വിമർശനം ഉന്നയിച്ചത്? സുരേഷ്, കഴിഞ്ഞ ദിവസമാണ് തൃശൂർ എംജി റോഡിൽ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന് അതിദാരുണമായിട്ടുള്ള മരണം സംഭവിച്ചത്. ഈ അപകടം മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് വിലയിരുത്തിയിരിക്കുന്നത്. ഈ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള നടപടികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് റോഡുകളുടെ കാര്യത്തിലാണെങ്കിൽ എഞ്ചിനീയർമാർക്കും വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഉത്തരവാദിത്തമുണ്ട്. അതുകൂടാതെ തന്നെ ഈ കുഴികൾ അടയ്ക്കാനായിട്ട് നടപടികൾ സ്വീകരിക്കാൻ ദുരന്ത നിവാരണ നിയമപ്രകാരം കളക്ടർക്കും സാധിക്കും. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഹൈക്കോടതി ഉത്തരവുകൾ പുറപ്പെടുവിച്ചതാണ്. പക്ഷേ ഈ മുൻകാല ഉത്തരവുകളൊക്കെ തന്നെ നടപടികൾ സ്വീകരിക്കുന്നതിലോ അത് നടപ്പിലാക്കുന്നതിലോ വലിയ രീതിയിലുള്ള ഒരു അലംഭാവം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ലഘൂകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കാണിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സമീപനം അംഗീകരിക്കാനാകില്ല എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശന സ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഈ മരണത്തിൽ, ഈ ഒരു സംഭവത്തിൽ അതീവ ദുഃഖം ഹൈക്കോടതി രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനോടും തൃശൂർ കോർപ്പറേഷൻ മേയറോടും നിലവിൽ ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തൃശൂർ കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം. അടുത്തയാഴ്ച ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഈ കുഴിയിൽ ബൈക്ക് വീഴാതിരിക്കാൻ വെട്ടിച്ചപ്പോഴായിരുന്നു യുവാവ് ബസ്സിനടിയിൽ കയറിയത്. എന്തായാലും ഈ ഒരു സംഭവത്തെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്, നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, കുഴികൾ അടയ്ക്കുന്ന കാര്യത്തിൽ അതാത് ജില്ലാ കളക്ടർമാർ സമയോചിതമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണമെന്ന്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഇടപെടലോ നടപടിയോ ദുരന്ത നിവാരണ നിയമപ്രകാരം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇതൊരു മനുഷ്യ നിർമ്മിത ദുരന്തമായിട്ട് ഹൈക്കോടതി പറയുകയും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോടും തൃശൂർ കോർപ്പറേഷനോടും വിശദീകരണം തേടിയിരിക്കുന്നത്. സുരേഷ്, കൊച്ചിയിൽ നിന്നും രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.